മനുഷ്യർക്ക് വാസയോഗ്യമായ എല്ലാ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന ജീവിയാണ് പാമ്പ്. പല ഗണത്തിലും രൂപത്തിലും നിറത്തിലുമുള്ള പാമ്പുകൾ എല്ലാ കരകളിലും മനുഷ്യർക്ക് ഭയം സൃഷ്ടിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട്. എന്നാൽ മനുഷ്യർ പണ്ട് മുതലേ താമസിക്കാൻ ആരംഭിച്ചെങ്കിലും പാമ്പുകൾ ഇല്ലാത്ത ഒരേയൊരു പ്രദേശം ഭൂമിയിലുണ്ട്. യൂറോപ്യൻ രാജ്യമായ അയർലൻഡാണ് പാമ്പുകളില്ലാത്ത ആ പർദീസ. എന്തുകൊണ്ടായിരിക്കും ഇവിടെ പാമ്പുകളില്ലാത്തത് എന്ന ചോദ്യത്തിന് പഴമക്കാർ നൽകുന്ന ഉത്തരം ഇങ്ങനെയാണ്. പാട്രിക് പുണ്യാളൻ പാമ്പുകളെ അയർലൻഡിൽ നിന്നും കുടിയിറക്കി സമുദ്രത്തിലേക്ക് പായിച്ചുവെന്നാണ് ഇവരുടെ വിശ്വാസം. പുണ്യാളന്റെ ആ പ്രവൃത്തിയോടെ പാമ്പുകൾക്ക് വിലക്കപ്പെട്ട പ്രദേശമായി അയർലൻഡ് മാറിയെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നു. എന്നാൽ ഈ വിശദീകരണത്തിൽ തൃപ്തരല്ലാത്തത് കൊണ്ടാകണം അയർലൻഡിൽ പാമ്പുകൾ ഇല്ലാത്തതിൻ്റെ യാഥാർത്ഥ്യം തേടി ശാസ്ത്രം രംഗത്തിറങ്ങിയത്. ഇതിന് തൃപ്തികരമായ ഒരു ഉത്തരം ഇവർ കണ്ടെത്തുകയും ചെയ്തു. അയർലൻഡിലെ പാമ്പുകൾ എവിടേക്കും പോയതല്ല എന്നും അയർലൻഡിൽ ഒരു കാലത്തും പാമ്പുകൾ ഉണ്ടായിരുന്നില്ലെന്നുമാണ് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത്. ഏതാണ്ട് 100 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് പാമ്പുകൾ ഭൂമിയിൽ ആവിർഭവിച്ചപ്പോൾ ഗ്വാഡാന ലാൻഡ് എന്ന ഒറ്റ വൻകരയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയത്ത് അയർലൻഡ് ഈ കരയുടെ ഭാഗമായിരുന്നില്ല. അയർലൻഡ് പിന്നെയും ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് സമുദ്രത്തിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഈ സമയത്താകട്ടെ അയർലൻഡ് ആർട്ടിക്കിന് തുല്യമായ രീതിയിൽ മഞ്ഞ് മൂടിക്കിടക്കുകയായിരുന്നു. മഞ്ഞുപാളികൾ വഴി അയർലൻഡ് ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് കിടന്നിരുന്നുവെങ്കിലും മഞ്ഞ് മൂലം ഇവിടേക്ക് കുടിയേറാൻ പാമ്പുകൾ താല്പര്യം പ്രകടിപ്പിച്ചില്ല. അയർലൻഡിൽ നിന്ന് മഞ്ഞ് പൂർണ്ണമായും ഇല്ലാതാകുന്നത് 15,000 വർഷങ്ങൾക്ക് മുൻപാണ്. എന്നാൽ ഈ സമയമായപ്പോൾ മഞ്ഞുരുകി ബ്രിട്ടനും അയർലൻഡിനും ഇടയിൽ 12 മൈൽ ദൂരത്തിൽ സമുദ്രം രൂപപ്പെടുകയും ചെയ്തു. ഇതോടെ പാമ്പുകൾക്ക് വിലക്കപ്പെട്ട പർദീസ കീഴടക്കാനുള്ള അവസാന അവസരവും നഷ്ടമായി. അയർലൻഡിനെ കൂടാതെ ന്യൂസിലാൻഡ് മാത്രമാണ് പാമ്പുകളില്ലാത്ത സ്വാഭാവികമായ മനുഷ്യവാസം സാധ്യമായ പ്രദേശം.